മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് നമ്മൾ പോകണം. ഒന്നല്ല, ഒരുപാട് നീക്കങ്ങൾ നടക്കുകയാണ്. ഒരുപാട് വിസ്മയങ്ങൾ ഇതാ കോൺഗ്രസിനൊപ്പം എത്താൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസ്. മലമ്പുഴയിൽ BSന്റെ മുൻ PA A സുരേഷ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. CPM-മായി അകന്ന ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറിനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാനാണ് നീക്കം. വിസ്മയം 2 CPI മുൻ അംഗവും അമ്മ വൈസ് പ്രസിഡന്റുമായ ജയൻ ചേർത്തലയും കോൺഗ്രസുമായി സഹകരിച്ചേക്കും. വിസ്മയം 3 നമുക്ക് പ്രതികരണങ്ങൾ കൂടി കാണാം. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുടെ മനസ്സിനകത്താണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം വേദന ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായിരിക്കുന്ന സാഹചര്യമുള്ളത്. പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. നല്ല രീതിയിൽ കാത്തിരുന്ന് കാണുക. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം അവർ നേരത്തെ എന്നോട് സംസാരിച്ചാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അവരോടൊരു മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. ഇന്നലെ പുതുയുഗ യാത്ര ഇവിടെ ജില്ലയിൽ പ്രവേശിക്കുന്നുണ്ട്. ഇന്നും നാളെയായിട്ട് അതിൽ താങ്കൾ പങ്കെടുക്കണമെന്ന് ഔദ്യോഗികമായിട്ട് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ആലോചിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് സംസാരിച്ചത്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരെന്നോട് സംസാരിച്ചത് സ്വതന്ത്രമായിട്ട് സുരേഷിൻ്റെ നിലപാടിനോടൊപ്പം തന്നെ നിൽക്കാം, ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അയ്യോ, ഞാൻ വേറെ എൻ്റെ MP അല്ലേ, എൻ്റെ MP ആയതുകൊണ്ട് ആലപ്പുഴയുടെ ഒരു ആവശ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ വന്ന അത് ചേട്ടനല്ലേ, പ്രേംകുമാർ ചേട്ടനല്ലേ, വേറെ അല്ല, നമ്മൾ വേറെ. കൊഴിഞ്ഞുപോക്കിനെ പോകുന്നവരെയൊക്കെ പിടിച്ചു നിർത്താനാകില്ല എന്ന വാദം ഉയർത്തിയാണ് CPM ഇതിനെ പ്രതിരോധിക്കുന്നത്. മലമ്പുഴയിൽ സുരേഷിന് CPM-ന്റെ ഒരു വോട്ടും കിട്ടില്ല എന്നും പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചത്. ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി. അതുകൊണ്ടെന്തായും പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഞാൻ എന്താ എടുക്കാമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ചേർത്ത് പിടിക്കുന്നയാൾ കോൺഗ്രസിന്റെ പുറം പോകുന്ന ആളെ ചേർത്ത് പിടിക്കുമോ ആരെങ്കിലും? ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. റോഷിപാലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപാൽ. A സുരേഷിന്റെയും പ്രേംകുമാറിന്റെയും കാര്യം കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പ്രേംകുമാറിനെ ചേർത്ത് പിടിക്കുമെന്ന് ഇന്ന് KC വേണുഗോപാൽ പറയുകയും ചെയ്തു. ഇപ്പോഴാ ജയൻ ചേർത്തലയും വലിയ വിസ്മയമാകുന്നു എന്നാണ് അറിയുന്നത്. KC വേണുഗോപാലുമായി ചർച്ച നടത്തിയിരിക്കുന്നു. കോൺഗ്രസിലേക്ക് എത്തും എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? ഈ പുതുയുഗ യാത്ര തീരുമ്പോഴേക്കും ഒരുപാട് വിസ്മയങ്ങൾ ഇതുപോലെ ഉണ്ടാകുമോ? വിനിത, ഈ തവണ UDF-ന്റെ തീരുമാനം, കോൺഗ്രസിന്റെ തീരുമാനം മുന്നണി വിപുലീകരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ, അത് സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ മുന്നണിയിൽ എത്തിക്കുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിലേക്ക് പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകരെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെയൊക്കെ എത്തിക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആയിഷ പോറ്റിയെ എത്തിക്കുന്നത്. ഒടുവിൽ PK ശശി അടക്കമുള്ള വിവിധ പാർട്ടികളിലെ നേതാക്കളെ ലക്ഷ്യമിടുന്നുണ്ട്. അതിനിടയിലാണ് സാംസ്കാരിക മേഖല, സിനിമാ മേഖലയിൽ നിന്നും പ്രധാനപ്പെട്ട രണ്ടുപേർ, ഒന്ന് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്ന പ്രേംകുമാറിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം. പ്രേംകുമാറിൻ്റെ കാര്യത്തിൽ ഏറെ വൈകാതെ തീരുമാനമുണ്ടാകും. പ്രേംകുമാർ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കണക്കൂട്ടുന്നു. എല്ലാ നേതാക്കളും പ്രേംകുമാറുമായി ആശയവിനിമയം നടത്തി. ഇന്ന് രമേശ് ചെന്നിത്തലയും ടെലിഫോണിൽ പ്രേംകുമാറിനുമായി സംസാരിച്ചതാണ്. ഒപ്പം തന്നെയാണ് ജയൻ ചേർത്തല ഇന്ന് KC വേണുഗോപാലുമായി നടത്തിയ കൂടിക്കാഴ്ച. ജയൻ ചേർത്തല ഏതാണ്ട് ഏറെ വൈകാതെ കോൺഗ്രസിൽ അംഗത്വം എടുക്കുമെന്നാണ് ജയൻ ചേർത്തലയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇനിയുമേറെ സാംസ്കാരിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്തിച്ചേരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇവരിൽ ചിലരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. പ്രേംകുമാറിനെ നെയ്യാറ്റിൻകരയിലോ അല്ലെങ്കിൽ അരുവിക്കരയിലോ ഒക്കെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. സമാനമായി തന്നെയാണ് ജയൻ ചേർത്തലയെ ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ഏറെ വൈകാതെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. വിനീത, ശരി, ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതൊക്കെ വിസ്മയങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗമായി എത്തുന്നത്. A സുരേഷ്, പ്രേംകുമാർ, ജയൻ ചേർത്തല എന്നിവരുടെ പേരുകളാണ് ഇന്ന് ഏതായാലും സജീവ ചർച്ചയിലെത്തിയത്. റോഷിപാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.